നമ്മുടെ ഹ്യുണ്ടായി അധികം ബഹളമൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് പുതിയ വെർണ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അവരിതിനെ ഫേസ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്ന പോലും ഇല്ല, അതാണ് വേറെ കാര്യം. മാരുതിയൊക്കെ ആയിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചേനെ. പക്ഷേ ഒരു ചെറിയ അപ്ഡേറ്റ് പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്, പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ മാറി, അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈനും മാറി. ഇതാണ് ആകപ്പാടുള്ള ചേഞ്ച്. റിയർ ഡിസൈനിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല, ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അലോയ് വീൽസിന് ഡിസൈൻ മാറിയിട്ടുണ്ട്, പക്ഷേ സംഭവം 16 ഇഞ്ച് തന്നെയാണ്, സൈസിൽ വ്യത്യാസമില്ല. ഇന്റീരിയർ എന്തായാലും നല്ല ചേഞ്ചസ് ഉണ്ട്. നമുക്ക് വെന്യൂ ഫേസ് ലിഫ്റ്റിൽ കിട്ടിയ പുതിയ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്റ്റോൺ ക്ലസ്റ്റർ കിട്ടുന്നുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ മറ്റേ തട്ടിക്കുട്ടി യൂണിറ്റ് അല്ല. പിന്നെ ഡ്രൈവർ സീറ്റിൽ നമുക്ക് 8-വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ആണ് കിട്ടുന്നത്, അത് മെമ്മറി ഫംഗ്ഷനും വരുന്നുണ്ട്. കോ ഡ്രൈവർ സീറ്റും 4-വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. ബാക്കിൽ ഒരു സൺഷെയ്ഡ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. 360 ക്യാമറ അവൈലബിൾ ആണ്. പ്രൈസ് 10.89 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 18.25 ലാക്സ് വരെയാണ് പോകുന്നത്. അതായത് ബേസ് വേരിയന്റ് ആകപ്പാട് 20,000 രൂപ പ്രൈസ് കൂടിയിട്ടുള്ളൂ. ടോപ്പിൻ്റെ പക്ഷേ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. സോ ഈ ചേഞ്ചസിൻ്റെ ഒക്കെ ആയിരിക്കും. എഞ്ചിനൊന്നും മാറ്റമൊന്നുമില്ല, സെയിം 1.5 എൻ എ പെട്രോളും 1.5 ടർബോ പെട്രോളാണ്. ഡീസൽ വന്നിട്ടില്ല, അതുപോലെ എൻലൈനും ഇപ്പോഴൊന്നും വന്നിട്ടില്ല. എൻലൈൻ ആക്ച്വലി കൊണ്ടുവന്നിരുന്നത് നല്ലതായിരുന്നു.